ഞാനിപ്പോൾ ഒരു ഈശ്വരവിശ്വാസിയല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരെ വിശ്വാസികളെ വിമർശിച്ച് അവരായിട്ട് തല്ലുപിടിച്ച് നടന്നു കഴിഞ്ഞാൽ ഞാൻ നിരീശ്വരവാദം എന്ന് പറയുന്ന ഒരു മതം പോലെയാവും. അപ്പം അതിൽ വലിയ വ്യത്യാസമില്ല. എനിക്കത് പേഴ്സണലി തോന്നുന്ന ഒരു കാര്യമാണ്, ഒരു ടൈമിൽ നമ്മുടെ മതത്തിന്റെ ഇതിൽ എന്തെങ്കിലും വരുമ്പോൾ അത് നമ്മളെ കുത്തുന്ന സംഭവം തന്നെ ആയിരിക്കില്ലേ. മതസൗഹാർദ്ദം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അവിടെ ഒരു ഈ പറഞ്ഞ ഒരു മതിൽക്കെട്ടുണ്ട്. ഞാൻ ഈ മതത്തിൽ നിന്നാണ്, അവർ ആ മതത്തിൽ നിന്നാണ്, ഞങ്ങൾ തമ്മിൽ എന്തോ ഏലിയൻസ് പോലെയാണ്, വേറെ ഏതോ പ്ലാനറ്റിൽ നിന്ന് വന്ന മനുഷ്യരാണ്. അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ എന്തോ വലിയ കാര്യം പോലെയാണ്. അത്ര വലിയ കാര്യമൊന്നുമല്ല. എല്ലാവരും മനുഷ്യന്മാരാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മതസൗഹാർദ്ദം എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. 18-ാം പടി ഷൂട്ടിങ്ങിൻ്റെ ഒക്കെ സമയത്ത് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ മൈന്യൂട്ടായിട്ട് ഇട്ടിട്ടുള്ളൂ, മനസ്സിലായോ? അപ്പോൾ ആ സമയത്ത് കാണുന്നവർക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിരുന്നില്ല. ഹലോ, ഇത്തവണത്തെ ഓണത്തിന് സിനിമാ പ്ലാനിൽ കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ചേരുന്നത് അക്ഷയ് രാധാകൃഷ്ണൻ. വെൽക്കം. ഓണമാണ്, എന്തൊക്കെയാണ് ഓണപരിപാടികൾ? അത് തന്നെയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. പ്രോഗ്രാംസ്, ഇന്റർവ്യൂസിലെ അങ്ങനെയല്ല. നാളെ ജിമ്മിൽ ഒരു ചെറിയ ഓണാഘോഷ പരിപാടി ഉണ്ട്. അങ്ങനെ ഓരോ ദിവസവും ഓരോ പരിപാടിയിൽ, നാട്ടിലെ ചെറിയ പരിപാടിയാണ്. ജിമ്മിൽ എന്തായി ഓണത്തിന് പരിപാടി ഉണ്ടാവുക? ജിമ്മില് ചെറിയ ചെറിയ മത്സരങ്ങൾ, അങ്ങനത്തെ അതന്നെ, അങ്ങനത്തെ മത്സരങ്ങൾ. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള പരിപാടികൾ, അങ്ങനത്തെ പരിപാടികൾ. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. ജയിച്ച ചരിത്രമുണ്ട്. ജയിക്കാറുണ്ടോ? ഞാൻ തന്നെ എന്നെ പറ്റി ഇങ്ങനെ പൊക്കി പറഞ്ഞു. വേണ്ട. പൊതുവെ ഓണത്തിനെ കുറിച്ച് എങ്ങനെയാണ് സെലിബ്രേഷൻ പോണത്? ഇപ്പല്ല, പണ്ടത്തെ ഓണത്തിന്റെ ആളാണല്ലോ. പണ്ടത്തെ ഓണം ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ. എങ്ങനെയാ ഇപ്പൊ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ പറയും? ഇപ്പൊ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഓണം എന്ന് പറയുമ്പോൾ ഫെസ്റ്റിവൽ അങ്ങനെ ഒരു സന്തോഷമില്ല. അതായത് ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഇല്ലേ, കുട്ടിയായിരിക്കുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലേ, ഓണക്കോടി, പൂക്കളിടുക, അതാണ് മിസ് ചെയ്യുന്ന കാര്യം. അതില്ല ഇപ്പൊ അത്ര എക്സൈറ്റ്മെന്റ് ഇല്ല. ഈ വീട്ടിലേക്ക് കുട്ടികളൊക്കെ വരാറുണ്ട് ഓണം ആകുമ്പോ? കസിൻസിന്റെ പിള്ളേരൊക്കെ ആയിട്ട്? കസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഫാമിലിയിൽ ഞാനാണ് മൂത്ത ആൺകുട്ടി. എനിക്ക് കൂടുതലും പെങ്ങന്മാരാണ്, ചെറിയ ചെറിയ സിസ്റ്റേഴ്സാണുള്ളത്. അപ്പോൾ അവരൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ഫെസ്റ്റിവൽ ഉള്ളപ്പോഴാണ് കൂടുന്നത്. അമ്മയുടെ ഫാമിലിയായിട്ടാണ് കൂടുതൽ ആത്മബന്ധമുള്ളത്. അച്ഛൻ്റെ ഫാമിലിയിൽ ഞാൻ ഏറ്റവും ഇളയതാണ്. അതാണ് പോണ വിശേഷം. അല്ല, അങ്ങനെയല്ല. ഓണത്തിന് അങ്ങനെ പ്രത്യേക പരിപാടികളൊന്നുമില്ല. ചില ഓണത്തിന് അത്ര പരിപാടി ഉണ്ടാവാറില്ല. ചില ഓണം അടിപൊളിയായിരിക്കും. നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഞാനൊന്നും പ്രതീക്ഷിക്കാറൊന്നുമില്ല. സംഭവിക്കുന്ന പോലെ സംഭവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കാറുള്ളൂ. ഇപ്രാവശ്യത്താണോ അങ്ങനെയാണോ സംഭവിക്കുന്നത്? എന്തെങ്കിലും പ്രതീക്ഷ? അങ്ങനെയല്ല, അങ്ങനെ. ഇപ്രാവശ്യത്തെ ഓണത്തിന് അതുപോലെ വരുന്നൊരു വിശേഷമാണ് നമ്മുടെ സെപ്റ്റംബർ 5-ന് OTT-ൽ വന്നിട്ടുള്ള ഭഗവാൻ ദാസിന്റെ രാമരാജ്യം അല്ലെ. ഭഗവാൻ ദാസിനും പിള്ളേരും ഒരുപാട് സമകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളും കൊണ്ട് സ്ക്രീനിലെത്തിയിട്ടു. ഈ തിയേറ്ററിൽ എത്തിയൊരു സിനിമ OTT-ൽ എത്തുമ്പോൾ അന്ന് അഭിപ്രായം പറഞ്ഞ കുറെ ആൾക്കാരുണ്ടാവും. അതിന് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും അഭിപ്രായം വന്നോ? സോഷ്യൽ മീഡിയയിലൂടെ ആയാലും നേരിട്ടായാലും ആ സിനിമ കൊള്ളാം അല്ലെങ്കിൽ ആ സിനിമ മോശം, എങ്ങനെയായാലും ബട്ട് ക്രിറ്റിക്സ് ഉണ്ടാവുമല്ലോ. സോ എങ്ങനെയെങ്കിലും അഭിപ്രായം എങ്ങനെയാന്ന്? എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. കാരണം തിയേറ്ററിൽ മിസ്സായ ഒരുപാട് പേരുണ്ട്. അവരിങ്ങനെ ഈ നാട്ടിലില്ലാത്ത എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അങ്ങനെ പരിചയക്കാരുണ്ട്. അപ്പോൾ അവർക്ക് OTT-ൽ വന്നപ്പോൾ അവർക്ക് കാണാൻ പറ്റി എന്നുള്ള സന്തോഷവും പിന്നെ എന്നെ സ്ക്രീനിൽ കാണുന്ന സന്തോഷവും എല്ലാം ഒരുപാട് പേര് പങ്കുവെച്ചിട്ട് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറെ കാര്യങ്ങൾ ആണ് ഇതിൽ മെയിൻ. അതിൽ മതം എന്നതിന് എനിക്ക് തോന്നിയത് മതം മാത്രമല്ല അതിൽ പറയുന്നത്. ഈ ഡോമിനേഷൻ എന്ന് പറയുമ്പോൾ മതത്തിന്റെ ഒരു ഡോമിനേഷൻ അല്ലാതെ അതിന്റെ സൈഡിൽ കൂടെ അത് എനിക്ക് തോന്നിയതാണോ ഇനി സിനിമ ഉണ്ടാവുന്നതല്ല, ഈ മെയിൽ ഡോമിനേഷന്റെ ഒരു സാധനം സൈഡിൽ കൂടെ ആണെങ്കിലും അത് പറഞ്ഞു പോകുന്നത്. അത് മേ ബി ഞാൻ പറയില്ലേ, ഓരോരുത്തർ സിനിമ കാണുമ്പോൾ അവരുടെ വ്യൂ പോയിന്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അപ്പോൾ മറ്റേ ഇപ്പോൾ ശ്രീജിത്ത് രവിയുടെ ക്യാരക്ടർ ചെയ്ത ആളുടെ ആ ഒരു വൈഫിനോടുള്ള പെരുമാറ്റം, അതേ സമയത്ത് മണികണ്ഠൻ ചേട്ടൻ്റെ ആ വീട്ടിലെത്തുന്ന ഒരു സീനിൽ കുക്ക് ചെയ്യാൻ ഒന്നിച്ച് ഷെയർ
അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു പൊളിറ്റിക്സ് മാത്രമല്ല, അത് സൈഡിൽ കൂടെയും കുറെ പൊളിറ്റിക്സ് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അത് ഉള്ളതാണോ എനിക്ക് പറഞ്ഞത്? ശരിക്കും സിനിമയിൽ കാണിച്ചിരിക്കുന്നത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ്. അതായത് നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ്, അതിന് എന്താ പറയാ, അതിന്റെ ഒരുപാട് ബയോപിക്കുകൾ ഇതിനകത്തുണ്ട്. ഓരോ വ്യക്തികളിലും ഓരോ പൊളിറ്റിക്സ് ആണല്ലോ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടേതായിട്ടുള്ള രാഷ്ട്രീയത്തിലല്ലേ. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പാർട്ടി അങ്ങനത്തെ രാഷ്ട്രീയമല്ല. അപ്പൊ നമ്മള് പൊളിറ്റിക്കൽ അതാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള അതിനകത്ത് പറയാതെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒളിഞ്ഞിരിക്കുന്നുണ്ട്. തോന്നലല്ല ഉണ്ട്. ഇപ്പം ഈ ഒരു സിനിമയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെ ഞാൻ പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇപ്പോൾ മതസൗഹാർദ്ദം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഒരു മതത്തിനോടും പ്രത്യേകിച്ച് പ്രശ്നത്തിനൊന്നും പോകാതെ എൻ്റെ മതം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ മറ്റു മതക്കാരെ കുറ്റം പറയാറില്ല എന്ന് പറയുന്നത്. അതേസമയം എനിക്ക് മതമൊന്നുമില്ല, ഞാൻ എല്ലാവരും മനുഷ്യരായി കാണുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇതിൽ അക്ഷയ് ആരെയും കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യുക, ഇങ്ങനെ മതസൗഹാർദ്ദത്തിനെ. ഇതിൽ സിനിമയിൽ ലാസ്റ്റ് നമുക്കൊരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഫോട്ടോ ഒരു ക്യാമറാമാനെ കാണിച്ചിട്ട് അവരുടെ ഒരു ഫോട്ടോഷൂട്ടാണ് കാണിച്ചു തരുന്നത്, സർക്കാസം പോലെ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഇതില് ഏതിനായിരിക്കും സപ്പോർട്ട് ചെയ്യുക? ഇപ്പോൾ ഒരു മതവും ഇല്ല, എങ്ങനെയാണ് അക്ഷയ്? അങ്ങനല്ല, ഓരോരുത്തർക്കും അവർക്ക് അവരുടെ ലൈഫ് ചൂസ് ചെയ്യാനുള്ള അവകാശങ്ങളുണ്ട്. ഞാനിപ്പോൾ ഒരു ഈശ്വര വിശ്വാസിയല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരെ വിശ്വാസികളെ വിമർശിച്ച് അവരായിട്ട് തല്ലുപിടിച്ച് നടന്നു കഴിഞ്ഞാൽ ഞാൻ നിരീശ്വരവാദം എന്ന് പറയുന്ന ഒരു മതം പോലെയാവും. മനസ്സിലായോ? അപ്പൊ അതില് വലിയ വ്യത്യാസമില്ല. അല്ല, ഞാൻ ചോദിക്കുന്ന അങ്ങനെ മറ്റുള്ള കുറ്റം പറയുന്നത് ആ സംഭവം അല്ല ഞാൻ ചോദിക്കണേ. ഇപ്പോ എല്ലാ മതങ്ങളും, ഒരു മതവും ഇല്ലെന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരു മതവും ഇല്ല, ഓക്കെ, എല്ലാവരും ഒരുപോലെ കാണുന്നു. ഈ സമയത്ത് ഈ മതസൗഹാർദ്ദം പറയുന്ന എത്ര പറഞ്ഞാലും നമുക്കൊരു ടൈമിൽ അത്, എനിക്കത് പേഴ്സണലി തോന്നുന്ന ഒരു കാര്യമാണ്, ഒരു ടൈമിൽ നമ്മുടെ മതത്തിന്റെ ഇതിൽ എന്തെങ്കിലും വരുമ്പോൾ അത് നമ്മളെ കുത്തുന്ന സംഭവം തന്നെ ആയിരിക്കില്ലേ? എത്ര മതസൗഹാർദ്ദം പറയുന്ന ആളും സ്വന്തം മതത്തിന്റെ പ്രശ്നം വരുമ്പോൾ ഈ മതസൗഹാർദ്ദം പറയുന്നവരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മതസൗഹാർദ്ദം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അവിടെ ഈ പറഞ്ഞ ഒരു മതിൽക്കെട്ടുണ്ട്. ഞാൻ ഈ മതത്തിൽ നിന്നാണ്, ആ മതത്തിൽ നിന്നാണ്, ഞങ്ങൾ തമ്മിൽ എന്തോ ഏലിയൻസ് പോലെയാണ്, വേറെ ഏതോ പ്ലാനറ്റിൽ നിന്ന് വന്ന മനുഷ്യരാണ്, അവര് തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ എന്തോ വലിയ കാര്യം പോലെയാണ്. അത്ര വലിയ കാര്യമൊന്നുമല്ല. എല്ലാവരും മനുഷ്യന്മാരാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മതസൗഹാർദ്ദം എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവരും മനുഷ്യന്മാരല്ലേ. അവർ വേറെ രീതിയിൽ ചിന്തിക്കുന്നു, അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ള രീതിയിൽ വളരെ ലിമിറ്റഡ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീരുന്നു. അല്ലേ? അത്രേ ഉള്ളൂ. അത് എന്തോ വലിയ, അതായത് വേറെ രണ്ട് മതത്തിലുള്ളവർ തമ്മിൽ സൗഹൃദം പങ്കുവെക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണെന്ന് ചിന്തിക്കുന്നത് തന്നെ അത് എന്തോ ഒരു മിസ്റ്ററി ഉണ്ട് അതിനകത്ത്. ഇപ്പൊ വരുന്ന എല്ലാ പൊളിറ്റിക്സും തോന്നുന്നില്ലേ? എന്താണ്? അതായത് നമ്മള് എല്ലാത്തിനെയും കുറച്ച് ഓവർ ഗ്ലോറിഫൈ ചെയ്തിട്ട് അതെന്തോ വലിയ കാര്യമാണെന്ന്. ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഇപ്പൊ ഒരു റീല്, ഒരാള് പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നു, മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, അതിനെ BGM ഇട്ട് എന്തോ വലിയ കാര്യമായിട്ട് ഗ്ലോറിഫൈ ചെയ്ത്, അതെന്ത് ഈ ലോകത്തിൽ സംഭവിക്കാത്ത റെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളൊരു ചിന്താഗതിയാണത്. അപ്പൊ അങ്ങനല്ല, അതൊക്കെ കോമൺ ആവേണ്ട കാര്യങ്ങളാണ്. മനസ്സിലായോ? അതെ. ഓക്കെ, ഇനി സിനിമയുടെ ഒരു കാസ്റ്റിംഗ് വരാം. ഭയങ്കര സീനിയർ ആയിട്ടുള്ള TG രവി, പിന്നെ മണികണ്ഠൻ ചേട്ടൻ. എനിക്ക് ഇവർ രണ്ടുപേരും എന്താ വെച്ചാൽ, മണികണ്ഠനെ എനിക്ക് എപ്പോഴും എല്ലാ സിനിമയിലും കാണുമ്പോൾ ഭയങ്കര നാച്ചുറലായിട്ട് അഭിനയിച്ച്, നാച്ചുറലായിട്ട് ഡയലോഗ് പറയണ, ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ ശ്രദ്ധിക്കും. ഡയലോഗ് പറയുമ്പോൾ പുള്ളി ചെയ്യുന്ന ഓരോ ആക്ഷൻസ് ഒക്കെ ഞാൻ ശ്രദ്ധിക്കും. ഭയങ്കര നമ്മൾ ഈ സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതൊക്കെ പോലെ. അപ്പോൾ അവരുടെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഭയങ്കര കംഫോർട്ടായിരുന്നു. ആക്ച്വലി ഞാൻ പുതിയൊരാളല്ലേ ശരിക്കും, എനിക്ക് അധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. എങ്കിൽ പോലും നമ്മളായിട്ട് സീൻ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട്, അപ്പം ഇങ്ങനെ ഇത് നല്ല ഐഡിയ, മറ്റേ മനസ്സിലായോ, നമ്മളെ അവര് എന്താ പറയാ ഇൻവോൾവ് ചെയ്യും, നമ്മളെ കൂട്ടത്തിൽ കൂട്ടും. അവർ സീനിയറാണ് എന്നുള്ള രീതിയിൽ മാറി നിൽക്കില്ല. ഇപ്പോൾ TG രവി ചേട്ടനായാലും, ഇർഷാദിക്ക, മണിയണ്ണൻ ചേട്ടൻ, അങ്ങനെ എല്ലാവരും ഞങ്ങൾ ഭയങ്കര കമ്പനി, അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് രീതിയിലാണ് നമ്മൾ
സിനിമ ചെയ്തത്. അത് നല്ല രസമായിരുന്നു, നല്ലൊരു ആ എക്സ്പീരിയൻസ്. ഒരു ക്യാരക്ടറിന്റെ ഭയങ്കര ഡയലോഗ്സ് വളരെ കുറവായിട്ട് അത് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഇൻട്രോവേർട്ട് ആയിട്ടുള്ളത്. ഇൻട്രോവേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, പാവമാണെന്നാണ്. പൊതുവെ പാവമാണ്. അത് അധികം വായെടുത്ത് സംസാരിക്കുന്ന ഒരു ക്യാരക്ടറല്ല ഈ പറയുന്ന ആദി എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ മാത്രം, അതായത് വളരെ ലിമിറ്റഡ് ആയിട്ട് സംസാരിക്കുന്നതാണെങ്കിൽ കൂടി സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കാൻ അറിയാം. എന്നിരുന്നാൽ പോലും പടത്തിന്റെ തുടക്കം മുതൽ അവസാനം എന്ന് പറയുമ്പോൾ ഒരു ഗ്രാഫ് പോലെയാണ് പോകുന്നത്. ആദി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ ഒരു ചെറിയ ചെറിയ ഇങ്ങനെ മാറ്റങ്ങളാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. കലിപ്പനല്ല, ഇടയ്ക്ക് ശബ്ദം. ഈ ഡ്രാമ മുന്നേ ചെയ്തിട്ടുണ്ടോ? നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. അല്ലാതെ പ്രൊഫഷണൽ നാടകങ്ങളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ഈ സിനിമ നോർമലി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. എല്ലാവർക്കും ഇത് അങ്ങനെ വരണമെന്നില്ലല്ലോ. ഇപ്പൊ നാടകങ്ങളിൽ നമ്മൾ സിനിമയിലേക്ക് എത്തുമ്പോൾ ഒരു മാറ്റം ഉണ്ടാവുമല്ലോ. എനിക്കൊക്കെ ഇപ്പൊ ഒരു ക്യാമറയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോഴുള്ള സംഭവം ഓവർ എക്സ്പ്രഷൻ ഇട്ട് കൊള്ളാക്കൂ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. നാടകത്തിലുള്ള പോലെയല്ല ഡയലോഗ് പ്രസന്റേഷൻ ആയാലും ആക്ടിങ് ആയാലും. എനിക്ക് നാടകത്തിൽ നമ്മൾ കുറച്ച് കൂടുതൽ ഇട്ടാലേ ഓഡിയൻസിലേക്ക് അത് ഈ പറഞ്ഞ പോലെ സ്റ്റേജ് ദൂരെ നിന്നല്ലേ കാണുന്നത്. അപ്പൊ അത് കുറച്ചും കൂടി എക്സ്പ്രഷൻ കുറച്ചും കൂടി എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുമ്പോഴാണ് ആളുകളിലോട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ആവുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഞാൻ മൈന്യൂട്ടായിട്ട് ഉള്ള പരിപാടികൾ മാത്രം ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഷൂട്ടിങ്ങിന്റെ സമയത്ത് 18ാം പടി ഷൂട്ടിങ്ങിന്റെ ഒക്കെ സമയത്ത് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ മൈന്യൂട്ടായിട്ട് ഇട്ടിട്ടുള്ളൂ, മനസ്സിലായോ? അപ്പോൾ ആ സമയത്ത് കാണുന്നവർക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിരുന്നില്ല. പക്ഷെ സ്ക്രീനിൽ കണ്ടപ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആയി. നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമിംഗ് ആണ്. ആ സമയത്ത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള അഭിനയവും കാര്യങ്ങളായിരിക്കും. സിനിമ വേറെ രീതിയിലാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും തിലകൻ ചേട്ടനൊക്കെ പോലത്തെ ലെജൻസുകൾ സിനിമയും നാടകവും ഒരേപോലെ അഭിനയിച്ച്, മനസ്സിലായോ? KPC ലളിത ചേച്ചി, ഇവരൊക്കെ നാടകത്തിലും അടിപൊളിയാണ്, സിനിമയിലും അടിപൊളിയാണ്. അതൊരു വെർസറ്റൈൽ പരിപാടിയാണ് അവർ.